തമിഴ് സിനിമയിലെ പ്രശസ്തയായ നടിയായിരുന്നു മനോരമ. ശിവാജി ഗണേശൻ, MGR, R. മുത്തുരാമൻ, രവിചന്ദ്രൻ, ജയശങ്കർ, ചൗ, നാഗേഷ്, ജെമിനി ഗണേശൻ, മേജർ സുന്ദരരാജൻ, രജനികാന്ത്, വിജയകാന്ത്, അജിത്, പ്രഭു, കാർത്തിക് തുടങ്ങി പല കാലഘട്ടത്തിലെ സൂപ്പർ താരങ്ങളുടെ സിനിമകളിൽ മനോരമ അഭിനയിച്ചിരുന്നു. ഏകദേശം 1500-ലധികം സിനിമകളിൽ അഭിനയിച്ച മനോരമ 5000-ലധികം സ്റ്റേജ് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലും ഇടം നേടിയിട്ടുണ്ട്. സമ്പന്ന കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നതിന് മുൻപ് വളരെ ദാരിദ്ര്യത്തിലായിരുന്നു നടി. മാത്രമല്ല പിതാവിൻ്റെ 2ാം വിവാഹത്തെക്കുറിച്ച് നടി പറഞ്ഞ കാര്യങ്ങൾ വൈറലാവുകയാണിപ്പോൾ. അത്യാവശ്യത്തിന് സാമ്പത്തികമുള്ള നല്ലൊരു കുടുംബത്തിലായിരുന്നു മനോരമ ജനിച്ചതെങ്കിലും അച്ഛൻ അമ്മയുടെ അനുജത്തിയെ 2ാമത് വിവാഹം കഴിച്ചതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഭർത്താവിൻ്റെ 2ാം വിവാഹത്തോടെ മനോരമയും കൂട്ടി അമ്മ വീട് വിട്ടു പോവുകയായിരുന്നു. ഇതോടെ കഠിന ദാരിദ്ര്യത്തിൽ കഷ്ടപ്പെടുന്ന നിലയിലേക്ക് ഇരുവരും എത്തി. ദാരിദ്ര്യം കാരണം 6ാം ക്ലാസ്സിൽ വച്ച് നടിക്ക് പഠനം ഉപേക്ഷിക്കേണ്ടതായി വന്നു. മാത്രമല്ല ചെറുപ്പത്തിലെ പലഹാരമുണ്ടാക്കി വിറ്റാണ് നടിയും അമ്മയും ജീവിതം കഴിച്ചുകൂട്ടിയത്. 12ാം വയസ്സിൽ അഭിനയ ജീവിതം ആരംഭിച്ച ഇവരെ നാട്ടുകാർ പള്ളത്തൂർ പാപ്പ എന്ന് സ്നേഹപൂർവ്വം വിളിച്ചു. 12 വയസ്സ് മുതൽ അഭിനയത്തിലുള്ള അഭിനിവേശം മൂലമാണ് മനോരമ വൈരം എന്ന നാടകസഭയിൽ ചേരുന്നത്. മികച്ച പ്രകടനം കാഴ്ചവെച്ച മനോരമ SSR നാടക മന്ത്രിയിൽ ചേർന്നു. 1964-ൽ ആ നാടക ക്ലബിലെ അംഗമായിരുന്ന SS രാമനാഥനുമായി പ്രണയത്തിലായി. ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ് 1966-ൽ ചെന്നൈയിലെത്തിയപ്പോൾ അവർക്ക് ഭൂപതി എന്നൊരു മകൻ ജനിച്ചു. കോമഡി വേഷങ്ങൾ ചെയ്യുന്ന പുരുഷന്മാരെ വെല്ലാൻ സ്ത്രീകൾ ഇല്ലാതിരുന്ന കാലത്ത് തൻ്റെ അഭിനയ മികവുകൊണ്ട് ഹാസ്യവേഷങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളായിരുന്നു മനോരമ. മാത്രമല്ല അഭിനയ ജീവിതത്തിൽ ചില റെക്കോർഡുകളും നടിയുടെ പേരിലുണ്ടായിരുന്നു. അണ്ണാദുരൈ, കരുണാനിധി എന്നിവർക്കൊപ്പം സ്റ്റേജ് നാടകങ്ങളിൽ അഭിനയിച്ചു. കൂടാതെ MGR, ജയലളിത, MD രാമറാവു തുടങ്ങിയ 5 മുഖ്യമന്ത്രിമാരോടൊപ്പം അഭിനയിച്ചതിൻ്റെ ബഹുമതിയും നടിയുടെ പേരിനൊപ്പമുണ്ട്. സീരിയൽ സംവിധായകൻ തിരുവേങ്കടം, ഹാർമോണിയ വിദ്വാൻ ത്യാഗരാജൻ എന്നിവരാണ് നടിക്ക് മനോരമ എന്ന പേരിട്ടത്. 1958-ൽ പുറത്തിറങ്ങിയ മാലയിട്ട മങ്കൈയാണ് മനോരമയുടെ ആദ്യ ചിത്രം. കൊഞ്ചം കുമരി എന്ന 1963-ലെ ചിത്രത്തിലാണ് ആദ്യമായി നായികയായത്. സിംഗം 2 മനോരമയുടേതായി അവസാനം പുറത്തിറങ്ങിയ അവസാന ചിത്രം. ശേഷം 78 വയസ്സുള്ളപ്പോൾ അസുഖബാധിതയായിട്ടാണ് നടി മരണപ്പെടുന്നത്.